ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ആൻറ്റി ഗ്രാവിറ്റി സ്ട്രോബെറി ന്യൂഡിൽസ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യാമെന്നും അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് പെയിൻറ്റിങ്ങും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതാണ്. അതിനായിട്ട് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റുകയാണ്. കറക്റ്റ് ഇതുപോലെ തന്നെ മാറ്റണം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കോൺഫ്ലോർ ഇടുമ്പോഴത്തേക്കും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. കേക്ക് ഫ്ലോർ എന്ന് പറയുന്നത് മൈദാമാവും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലോറാണ്. ഇനി നമുക്കതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പും. ഇതെല്ലാം കൂടി 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ആവുകയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടുകയും ചെയ്യും. ഇത് അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ ചരുവത്തിലോ ബൗളിലോ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മുട്ട നല്ല പതഞ്ഞ് വരത്തില്ല, നമ്മളെ കേക്ക് ഫ്ലോപ്പായി പോവും. അതുകൊണ്ടാണ് ഈർപ്പമൊന്നും ഇല്ലാത്ത പാത്രം എടുക്കാൻ പറയുന്നത്. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനായിട്ട് 1/4 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ടയുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സ്ട്രോബെറി എസൻസ് ഒഴിച്ചെടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറച്ചായിട്ട് ഇട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മുട്ട പെട്ടെന്ന് പതഞ്ഞു കയറും. മുട്ട പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഡാർക്ക് കളർ മാറി ഇതുപോലെ ക്രീമി കളറായിട്ട് കിട്ടും, ലൈറ്റ് പിങ്ക് കളറായിട്ട് കിട്ടും. എന്നിട്ട് നല്ല പതഞ്ഞ് വന്നതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ പാല്, ചെറിയ ചൂടുള്ള പാലും ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കൂടുതൽ മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഇതുപോലെ കുറച്ചായിട്ടിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ചരുവം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കണം. എന്നിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയും നല്ല ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കണം. സമയത്തൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, എന്നാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം താന്നു പോവും. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വയ്ക്കണം. ഇനി നമ്മൾ 3 പ്രാവശ്യമായിട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ കുത്തി ഇളക്കരുത്, ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അവസാനം അതിൽ 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ഒഴിച്ച് ഇതുപോലെ ജസ്റ്റ് 1 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ട്രേയിൽ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ്, അതിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വച്ചിരുന്ന ചരുവത്തിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ള ഈ കേക്ക് ട്രേ എടുത്ത് വയ്ക്കണം. എന്നിട്ട് നല്ല രീതിയിൽ എയറൊന്നും അകത്ത് പോകാത്ത രീതിയിൽ തന്നെ അടച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള, ഞാനിപ്പം ദോശക്കല്ലാണ്, നല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് വെച്ചേക്കുന്നത്. അപ്പം എയറൊന്നും അകത്ത് കയറാതെ ഇരിക്കും. എയർ അകത്ത് കയറിയാൽ കേക്ക് മുകളിൽ മൊത്തം ഈർപ്പായി പോവും. ഒരു 30 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമുക്ക് കേക്കായി കഴിഞ്ഞു. ഇതിങ്ങനെ എടുത്ത് നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെളിയിലെടുത്ത് തണുക്കാൻ വയ്ക്കാം. കേക്ക് ആറുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ചരുവത്തിൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ തണുപ്പിച്ച് എടുക്കുകയാണ്. തണുത്ത വെള്ളമായാലും മതി, ഐസ് ക്യൂബ് ഇട്ടാലും മതി. ഞാനിതിപ്പോൾ ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററിൻ്റെ സ്ലൈഡും കൂടി ഞാൻ ഫ്രിഡ്ജിലിട്ടൊന്ന് തണുപ്പിക്കുന്നുണ്ട്. ഇത് നല്ല തണുത്തിരുന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ബീറ്റായിട്ട് നല്ല സ്റ്റിഫായിട്ടും കിട്ടത്തുള്ളൂ. എൻ്റെ ബൗൾ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കിതിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമേ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ഞാനിപ്പോൾ 1 കപ്പ് ഫിയോണേറ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രീസറിലാണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിന് കുറച്ച് മുമ്പെങ്കിലും ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയോ വെളിയിലെടുത്ത് വയ്ക്കുകയോ ചെയ്യണം. എന്നാലേ നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, എന്നാലേ നമുക്ക് ബീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കൂട്ടാം. 3rd സ്പീഡ് വരെ ഞാൻ ഇടുന്നുണ്ട്. 2nd സ്പീഡിലിട്ടും ഇതുപോലൊരു 2 മിനിറ്റ് 3 മിനിറ്റ് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ 3rd സ്പീഡിലിട്ട് ഫുള്ളാണ് ബീറ്റ് ചെയ്തെടുക്കണം. അതും ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ കട്ട് ചെയ്യുന്ന ബേവി ആയിട്ട് കിട്ടും. നമ്മൾ ബീറ്റ് ചെയ്തത് നല്ല കട്ടിയായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ബീറ്ററിൽ നമുക്ക് ആദ്യം ചെയ്ത അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചും കൂടി നമുക്ക് ബീറ്റർ ടൈറ്റായിട്ട് നമുക്ക് കട്ടിയായിട്ട് തോന്നും. ഇപ്പോൾ 3rd സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിയോണയിലെ ക്രീം ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ ഷുഗർ പൗഡർ ഒന്നും ചേർത്തില്ല. നല്ല മധുരം ഉള്ളതാണ് അതിൽ, അതുകൊണ്ട് ഞാനതിൽ കൂടുതൽ മധുരമൊന്നും ചേർക്കാറില്ല. ഇത് സ്റ്റിഫായാന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് തട്ടി നോക്കുമ്പോൾ അതിൽ വീഴുകയാണെങ്കിൽ സ്റ്റിഫായിട്ടില്ല. ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒരു 1 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി അതുപോലെ സ്പൂൺ എടുത്ത് വേണ്ട ഇതുപോലെ വീഴാതെ ഇരിക്കും. ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടണം. ഞാൻ എന്താ ഇതുപോലെ എടുത്ത് കമത്തി ഇതുപോലെ തട്ടി നോക്കിയാൽ കണ്ട നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം. ഇനി നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് 1 കപ്പ് പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതാണ്. അത് അറിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടൻസ് മിൽക്ക് ഇടുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു 1/4 കപ്പ് സ്ട്രോബെറി ക്രഷാണ്. കേക്കിൽ ലെയറിലിടാനാണ്. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 3 സൈസിലാണ്. ഒരെണ്ണം 8 ഇഞ്ചും ഒരെണ്ണം 6 ഇഞ്ചും ഒരെണ്ണം 4 ഇഞ്ചും അങ്ങനെ 3 സൈസിൽ കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. ഫസ്റ്റ് ഞാനൊരു ബോർഡ് എടുത്ത് ഞാൻ ക്രീമൊന്നും തേക്കുന്നില്ല, കാരണം നമുക്ക് ഈ കേക്ക് എടുക്കേണ്ടതാണ്. അതിനായിട്ട് ആദ്യം 8 ഇഞ്ചിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്, വലിയ ലെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് മിക്സ് വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലും സ്ട്രോബെറി ഒന്നും ആഡ് ചെയ്യുന്നില്ല, വിപ്പിംഗ് ക്രീം മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഓവർ ആവാൻ പാടില്ല, കാരണം ഈ സ്ട്രോബെറി ക്രഷിനൊരു പുളിപ്പുണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ കേക്ക് നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ ഫുള്ളാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഫുള്ളാ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അടുത്ത ലെയർ ചെറിയ ലെയറാണ്. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് ക്രീമും കൂടി ആയിട്ട് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് 2nd ലെയർ വെച്ച് കൊടുക്കാം. സെയിം ഇതേ കണക്ക് തന്നെ സോക്ക് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമും ഇട്ട് പിന്നെ ക്രഷും ഒഴിച്ചു കൊടുക്കുകയാണ്. സെയിം ഇതിൽ തന്നെ 3rd ലെയറും ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ ലെയറാണ് മുകളിൽ വെക്കുന്നത്. ഫസ്റ്റ് ഞാനിതിലൊരു ക്രം കോട്ട് ചെയ്യാണ്. ഞാൻ മുകളിൽ ക്രീം കൂടുതൽ തേക്കുന്നില്ല, അതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സൈഡ് ഫുള്ള് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്കിതൊരു ബൗളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബൗളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്ത് സൈഡെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി വിപ്പിംഗ് ക്രീം വെച്ച് മെയിൻ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം, എന്ന് വെച്ചാൽ നല്ല പോളിഷാക്കി എടുത്തതിന് ശേഷം വേണം മെയിൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലും ഞാൻ ഇതുപോലെ കുറച്ച് മാത്രമേ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുള്ളൂ. ഇനി മെയിൻ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളാ ചെയ്യുന്നില്ല, സൈഡിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ.
ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് കർവാക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. OHP ഷീറ്റ് ആയാലും മതി. ഞാനിപ്പോൾ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്ക്രാപ്പർ വെച്ച് ചെയ്യുന്ന അതേ കണക്ക് തന്നെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വളച്ച് പിടിച്ചിട്ട് നമ്മൾ ടേണിംഗ് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോളിഷായിട്ടും കർവായിട്ടും കിട്ടും. ഇതിൽ ഞാൻ ഡെക്കറേഷൻ ചെയ്തത് ഇതുപോലെ ഒരു ലൈനിങ് ഡെക്കറേഷനാണ് ചെയ്തത്. പക്ഷേ അതെനിക്ക് കൂടുതൽ ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഇനി നമ്മൾ കേക്ക് തിരിച്ച് വയ്ക്കുകയാണ്, ബൗൾ ഷേപ്പ് ആക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ നമ്മൾ ആ മുകളിലെ ഭാഗത്ത് മെയിൻ ബോർഡ് വെച്ച് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ബൗളിൻ്റെ ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ മുകളിലൊക്കെ മെയിൻ കോട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. പക്ഷേ സൈഡിലെല്ലാം ഞാൻ ബ്രഷ് വെച്ച് ചെയ്തത് അത്ര ഓക്കെ ആവാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കൂടി പോളിഷ് ചെയ്തെടുത്തു. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി ബൗളിൻ്റെ സൈഡിൽ ചെയ്യാനുള്ള പാലറ്റ് നൈഫ് പെയിൻറ്റിംഗ് ഇല്ലേ, അതാണ് കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ നൈഫാണ് എടുക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാനിപ്പോൾ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്കുമാണ് ചെയ്യുന്നത്. ഡാർക്ക് പിങ്ക് കളറ് വിപ്പിംഗ് ക്രീം ഇതുപോലെ സൈഡിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ലൈൻ വരച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ലൈനായിട്ട് വരച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ടിപ്പിൽ മാത്രം കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു ഫ്ലവർ ആക്കാം. സെൻറ്ററിൽ വൈറ്റ് കളറാണ് ഞാൻ കൊടുത്തത്. ഇനി ഈ പൂവിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലീഫ് വരയ്ക്കുകയാണ്. അതിനായിട്ട് ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പൂവ് ചെയ്ത അതേ കണക്ക് തന്നെ നൈഫിൻ്റെ ആ ഒരു പോയിൻ്റ് വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ലീഫിൻ്റെ ആ ഒരു ലുക്ക് കിട്ടും. രണ്ട് സൈഡിലായിട്ട്, ആ പൂവിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കണം. ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ ആ ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ബൗളിൻ്റെ സൈഡിലും ചെയ്യുന്നത്. ഒരു പ്രിൻറ്റഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വൈറ്റും ഒക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ യെല്ലോ കളറ് വയ്ക്കുകയാണ്. ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഞാൻ ഫ്ലവർ സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുക്കും. ഇനി ഈ കേക്ക് ബൗളിൽ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്യുന്നുണ്ട്. അത് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് അതിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു ടിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ വെള്ള ഭാഗം കാണാൻ പറ്റാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെളിയിലോട്ട് വീഴുന്ന കണക്കുള്ള ആ ഒരു ലുക്കിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൽ ആൻറ്റി ഗ്രാവിറ്റി ചെയ്യുന്നത് കാണിക്കുന്ന. അതിനായിട്ട് ഇതുപോലെ ഒരു കമ്പി എടുക്കണം. അതിൽ നല്ല രീതിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കണം. നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടി, കേക്കിൽ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കോ വല്ലോ ഇടയ്ക്ക് വെച്ച് ഒന്ന് വളച്ചു കൊടുത്തിട്ട് അതിൽ ചോക്ലേറ്റ് സ്റ്റിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ കമ്പിയുടെ ഇടയിൽ ചോക്ലേറ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ചോക്ലേറ്റ് ഒഴിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ല സ്റ്റിക്കി ആയിട്ടിരുന്നോളും. ഇനി അത് സെൻറ്ററിൽ, കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തി വയ്ക്കുകയാണ്. എന്നിട്ട് ബാക്കി ആ മുകളിലോട്ടുള്ള ആ കമ്പിയിൽ മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന നൂഡിൽസിൻ്റെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വീഴുന്ന കണക്കുള്ള രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിപ്പിംഗ് ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിലായാൽ മാത്രമേ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ആ കുത്തി വെച്ചിരിക്കുന്ന കമ്പി കാണാത്ത രീതിയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയും കൂടി കേക്കിൽ നൂഡിൽസിന് പകരമായിട്ട് ഒരു വേവി ലുക്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് ഇന്ന രീതിയിൽ ഒഴിക്കണമെന്നൊന്നുമില്ല, ഫുൾ കവർ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി ബൗളിൻ്റെ ബോട്ടം കവർ ചെയ്യുകയാണ്. ഇതുപോലെ ബബിൾ ബോർഡറാണ് ചെയ്യുന്നത്. സ്റ്റാർ നോസിൽ വെച്ചാണ്. ഇൻ കേസ് സ്റ്റാർ നോസിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമ്മൾ നേരത്തെ വച്ചിരുന്ന ഫ്ലവറും ലീഫും ഒക്കെ ചെയ്തിരുന്ന ബാക്കി വന്ന വിപ്പിംഗ് ക്രീം വെച്ച് ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് നൂഡിൽസിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. റെഡും ഗ്രീനും കോമ്പിനേഷനിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്ത് കണക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ സ്ട്രോബെറി നൂഡിൽസ് കേക്ക് റെഡിയായി. ഫോണ്ടൻ്റ് ഒന്നും ഇല്ലാതെ വിപ്പിംഗ് ക്രീം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത്രയും സൂപ്പറായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.